പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രക്കിടയ്ക്ക് നമുക്കറിയാം യാത്ര പോകുന്ന തുടക്കം മുതൽ അവസാനം വരെയുള്ള വഴികളിൽ ഒത്തിരി പേരുടെ തീർത്ഥാടകരുടെ ടോമ്പുണ്ട്, മരിച്ചുപോയവർ. കാരണം യാത്രയ്ക്ക് പോയതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവുകയും അങ്ങനെയൊക്കെ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ യാത്ര പോകുമ്പോൾ കാണാം. നമ്മളിങ്ങനെ റോഡല്ല, യാത്ര പോകുന്ന റോഡല്ല, ചെറിയ തൊണ്ടും പാലവും അല്ലെ തോടും കാടുമൊക്കെ മേടുമൊക്കെ നടന്നാണ് നമ്മൾ പോകുന്നത്. ചെറിയ ഓടയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഡിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഇൻഡിക്കേഷൻസ് നോക്കിയാൽ പോയാൽ മതി. ചെറിയ ഒരു യെല്ലോ ആരോ മാർക്ക് കാണും. ഈ സാന്റിയാഗോയിലേക്ക് പോകുന്ന യാത്ര മെയിൻ റോഡല്ല. നമ്മളിങ്ങനെ നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിപ്പെടും. ചിലപ്പോൾ വഴി തെറ്റി പോകാം. അപ്പം ഈ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടാവോ, അല്ലെങ്കിൽ തീർത്ഥാടകർ കാണും. ചില സമയത്ത് കാണത്തില്ല. ചില ഒരു ദിവസം ഞാനൊരു 15 കിലോമീറ്റർ കാട്ടിക്കൂടെ, എനിക്കറിയത്തില്ലായിരുന്നു കാടാന്ന്, കാട്ടിക്കൂടെ തന്നെ കയറി 15 കിലോമീറ്റർ കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ഇത് കാടായിരുന്നു എന്നും ഇത്രയും വലിയ കാടായിരുന്നു എന്നും ഒക്കെ മനസ്സിലാകുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ യാത്രയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും പേടി അപ്പം അങ്ങനെ യാത്ര ഞാൻ തുടങ്ങുന്നു. അപ്പം തുടങ്ങുന്നതിൻ്റെ തലേദിവസം തന്നെ വിചാരിച്ച് എന്നോട് മെസ്സേജ് അയച്ചു, എടാ ഇന്നലെ യാത്ര തുടങ്ങിയ ഒരാൾ അറ്റാക്ക് വന്ന് മരിച്ചു. ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ആദ്യത്തെ ദിവസം തന്നെ ഈ 1600 മീറ്റർ പൊക്കമുള്ള ഒരു ഫ്രഞ്ച് പിരണി എന്ന് പറഞ്ഞൊരു മൗണ്ടൻ കയറി ഇറങ്ങണം. ആ മൗണ്ടൻ കയറി ഇറങ്ങുന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരാൾ മരിച്ചു അറ്റാക്ക് വന്നിട്ട്. അങ്ങനെ ഒത്തിരി പേര് സംഭവിക്കാറുണ്ട്. അപ്പോൾ വിചാരിച്ചെന്നോട്, പക്ഷേ വിചാരിച്ചൻ പറഞ്ഞെങ്കിലും പുള്ളി എനിക്ക് ബലം തന്നു. ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വെച്ചാൽ ഞാനും പോയി. വെയിൽ ഭയങ്കരമായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കും, നമ്മൾ വഴിയുടെ ഓടയിലൊക്കെ ഞാൻ കിടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മുട്ടോളം പൊക്കമുള്ള ചെടിയുടെ തണൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്നിട്ടുണ്ട്. കയ്യിൽ കുറച്ച് 1/2 ലിറ്റർ വെള്ളമേ കാണത്തുള്ളൂ. അപ്പം അങ്ങനെ യാത്ര തുടങ്ങി. അച്ഛാ, ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇവിടുന്ന് പിതാവിൻ്റെ ഒക്കെ അനുമതി വേണമല്ലോ, അല്ലാണ്ട് അച്ഛന് ഇപ്പോൾ യാത്ര ചെയ്യാൻ പറ്റില്ല. അത് പിതാവ് എന്താ പറഞ്ഞത് ആദ്യം കേട്ടപ്പോൾ? ഞാനപ്പം സാധാരണ നമ്മൾ പുറത്ത് പഠിക്കുന്ന അച്ഛന്മാർ നമ്മളെ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്താലും പിതാവിനെ അറിയിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പിതാവിനെ അറിയിച്ചു. പിതാവ് ഇങ്ങനെ ഞാനൊരു അവധിക്കാലത്തൊക്കെ പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ അറിയിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പിതാവിനെ വിളിച്ചിട്ട്, പിതാവ് ഞാനിങ്ങനെ തീർത്ഥാടനത്തിന് പോവുകയാണ്. പിതാവ് ഒത്തിരി സന്തോഷത്തോടെ, നല്ല കാര്യം, തീർത്ഥാടന കാര്യങ്ങളൊക്കെ. അതിനുശേഷം പിതാവ് എവിടെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു സാന്റിയാഗോയിലേക്കാണ്, യാക്കോബിൻ്റെ ശവകുടീരത്തിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് വിചാരിച്ചു പള്ളിയിൽ നിന്ന് ഇടവക്കാരുമായിട്ടാണ് പോകുന്നത് വിചാരിച്ചു. അപ്പോൾ എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു 1 മാസമുണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞു ഓക്കെ, 1 മാസം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു നടന്നാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദൂരമൊക്കെ മനസ്സിലാക്കിയപ്പോൾ പിതാവിന് മനസ്സിലായി. പിതാവ് എന്നോട് ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പിതാവിന് വിചാരം എനിക്കെന്തോ പ്രശ്നമുണ്ടായി, പൗരോഹിത്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കാമെന്ന് വിചാരിച്ചു. പിതാവ് ഒത്തിരി ടെൻസ്ഡായി. അങ്ങനെ സംസാരിച്ചു. നോർമൽ അല്ല എന്ന് എന്തോ സ്വാഭാവികമായിട്ട് എന്തോ സംഭവിക്കുന്നു എന്ന് മനസ്സിലായി. ഞാൻ ഒരു പിതാവെ അങ്ങനെയൊന്നും അല്ല, ഈ യാത്ര ഇങ്ങനെയാണ്, ഈ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ പിതാവിന് വളരെ സന്തോഷമായി. പിതാവ് പ്രാർത്ഥന ആശംസകൾ നേർന്നു. ഒപ്പം പിതാവ് എല്ലാ ദിവസവും എന്നെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഈ യാത്ര തുടങ്ങി എല്ലാ ദിവസവും എന്നെ വിളിക്കും, ഏതെങ്കിലും സമയത്ത് വിളിക്കും. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നി, ഞാൻ കാരണം പിതാവ് ആകുലപ്പെടുന്നു. അപ്പോൾ ഞാൻ പിതാവിനെ വിളിച്ചു പറഞ്ഞു, പിതാവ് എന്നെ ഇനി വിളിക്കണ്ട, എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സെക്രട്ടറിച്ചിനെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എങ്കിലും ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അങ്ങനെയാണ് പിതാവിൻ്റെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ്.